എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഡൗട്ടാണ്, മഹാലക്ഷ്മി അന്ന് രക്ഷിച്ച അതേ ആൾ തന്നെയാണോ ഈ മാർക്കണ്ഡേയൻ, മാർക്കോ എന്ന് വിളിക്കുന്ന മാർക്കണ്ഡേയൻ? ഒരു ഡൗട്ടുണ്ട്. മഹാലക്ഷ്മി അത് തോമസ് ഇതിനോട് ഷെയർ ചെയ്യുകയാണ്. എന്നെ ഇങ്ങനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയായിരുന്നു കുറച്ച് പേര് എൻ്റെ രണ്ടാനച്ഛൻ്റെ പ്ലാൻ പ്രകാരം. അപ്പോൾ എന്നെ ഒരാൾ രക്ഷിച്ചു, അയാൾ തന്നെയാണോ ഇയാളെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയുവാണ്. അപ്പം തോമസ് വിതിൻ പറയുന്നത് ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ അതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മളെ സഹായിക്കാൻ. നമ്മുടെ ബന്ധുക്കൾ മാത്രമല്ല, നമ്മുടെ നമ്മുടെ കൂട്ടുകാർ, അങ്ങനെയൊക്കെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതുപോലെ രണ്ടാൾക്കാരാണ് ലേഖയും അനന്തവും, അവർ നമ്മുടെ കൂടെയുണ്ട്. അപ്പം വൈദ്യൻ പറയുവാണ് അവരെയൊക്കെ ചേർത്ത് പിടിക്കണം എന്ന് പറയുവാണ്. പക്ഷെ മഹാലക്ഷ്മിയുടെ മനസ്സിൽ ആ ഒരു ഡൗട്ട് വീണിട്ടുണ്ട്, ഇത് സെയിം ആളോ തന്നെയാണോ എന്ന്. അങ്ങനെ മഹാലക്ഷ്മിയുടെ വേവലാതി കണ്ടിട്ട് വൈദ്യൻ പറയുവാണ് കണ്ണനെ അവിടെ കിടത്തി ചികിത്സിക്കാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, വീട്ടിൽ കൊണ്ടുപോകണമെന്നില്ല, വീട്ടിൽ കൊണ്ടുപോകുമ്പോഴല്ലേ പ്രശ്നങ്ങൾ. മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ അതൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇക്കാര്യം വന്ന് ഷെയർ ചെയ്യുവാണ് കണ്ണനോട്. അതായത് അവർ രണ്ടും ഒരാളാണെന്ന് ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ആയിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ഷേപ്പും കാര്യങ്ങളും ഒക്കെ ചോദിക്കുവാണ്. അപ്പൊ പറയുന്നുണ്ട് വളരെ സ്മാർട്ടായ ഒരു പയ്യനാന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയണം അതും ഒരു സ്മാർട്ടായ ഒരാളായിരുന്നെന്ന് പറയുവാണ്. പക്ഷെ മഹാലക്ഷ്മിയുടെ മനസ്സ് പറയുന്ന പോലെ തന്നെ അത് ഈ രണ്ടുപേരും ഒരാളാണെന്ന് പറയുവാണ്. എന്നിട്ട് അവർ രണ്ടും പറയുവാണ് എന്താണെങ്കിലും നമ്മളെ ഒന്നും ചെയ്യാൻ ഇനിയും പറ്റത്തില്ല, കാര്യം നമ്മളുടെ കൂടെ ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആര് വിചാരിച്ചാലും നമ്മളെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റത്തില്ല കണ്ണേട്ടാന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ് താനൊരു കാര്യം ചെയ്യും, വെള്ളനിങ്ങിയ കാര്യമൊന്നും ആരെയും ഇനി വിളിച്ച് പറയല്ല, ഇതും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള വാശിയും വൈരാഗ്യവും കൂടും, അവര് നമ്മളെ പിന്നെയും കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി പറയണ്ട, അതൊക്കെ ഡയറക്റ്റ് കണ്ടാൽ മതി. അപ്പം മഹാലക്ഷ്മി പറയുവാണ് ഡയറക്റ്റ് കണ്ടു കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഞെട്ടും, ഇതൊരു ചെറിയ മാറ്റം അവർക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല എന്ന് പറയുവാണ്. അപ്പൊ പറയുന്നുണ്ട് എൻ്റെ രണ്ടാനമ്മയാണെങ്കിൽ ഏതു നേരവും അവിടെ പോയിട്ട് കാര്യമൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത് തോമസ് അതിൻ്റെ അടുത്ത്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുവാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും നല്ല ജീവഭയമുണ്ട്. പിന്നെ കണ്ണൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ വിശ്വാസമൊക്കെ ഉണ്ട്, ഇത് ഓക്കെ ആകുമെന്ന്, ചെറിയ ചെറിയ വിശ്വാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുവാണ് എൻ്റെ പ്ലാനുകളെല്ലാം നടക്കും, എനിക്ക് കണ്ണൻ്റെ ഒരു കുഞ്ഞു വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നടക്കുമെന്ന് പറയുക. അപ്പം കണ്ണൻ പറയുവാണ് അത്രയ്ക്ക് അതിമോഹം വേണമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മഹാലക്ഷ്മി പറയുവാണ് അതിമോഹം തന്നെയാണത്, എന്നാലും എനിക്കത് തന്നെ വേണം, പിന്നെ നമ്മളെക്കാളും ഇപ്പം കോൺഫിഡൻസ് തോമസ് വൈദ്യനാണ്, അതുകൊണ്ട് തോമസ് വൈദ്യനാണ് ഇപ്പൊ പറയുന്നത് കണ്ണേട്ടൻ നടക്കുമെന്ന് പറയുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ മാർക്കോ ആണെങ്കിൽ അപ്പച്ചനെയും കൊണ്ടുപോയി ബന്ധുക്കളെ ഏൽപ്പിക്കുവാണ്. ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് പറയുവാണ് മോനോടും അപ്പച്ചന്റെ പെങ്ങളോടും കൂടെ പറയുവാണ് മര്യാദയ്ക്ക് അമ്മാവനെ ശരിയാക്കി നോക്കിയില്ലെങ്കിൽ പെണ്ണുങ്ങളെ ഞാൻ ഉപദ്രവിക്കാറില്ല, തന്നെ ഞാൻ വന്നിടിച്ച് പപ്പണമാക്കും, തൻ്റെ ഭാര്യയുടെ ഫ്രണ്ടിലിട്ട് തന്നെ ഞാൻ അടിച്ച് ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഈ അപ്പച്ചനെ ഏൽപ്പിക്കുവാണ് ഈ ബന്ധുക്കളെ. എന്നിട്ട് മാർക്കോ പോവാണ്. പിന്നെ കാണിക്കുന്ന അനന്തുവിൻ്റെയും ലേഖയുടെയും കാര്യമാണ്. അനന്തു പിന്നെയും കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തിടുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ മഹാലക്ഷ്മി കണ്ണൻ തെന്നി മാറുന്നുണ്ട്. ഇപ്പം പറയുന്നുണ്ട് ഇനി നമ്മളുടെ കാര്യമൊന്നും ഇനി മറ്റേ ഐഡിയ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇപ്പൊ കാല് അനക്കിയ സ്ഥിതിക്ക് എന്താണെങ്കിലും ചലനശേഷി തിരിച്ചു കിട്ടും, നടക്കും, എന്നിട്ട് കുട്ടികളും ഉണ്ടാവും, അപ്പൊ നമ്മളിനി അതൊന്നും പറഞ്ഞത് അർത്ഥമില്ലെന്ന് പറയുവാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ. അടുത്ത എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ കാണിച്ചിട്ടില്ല, കൂടുതൽ സാറ്റർഡേ സൺഡേ മിക്കവാറും സീരിയൽ കാണത്തില്ലായിരിക്കും, അതായിരിക്കും പ്രൊമോ റിവ്യൂ ഇടാത്തത്. എന്താണല്ലോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്